ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രൈസ് ലോർഡ് നമ്മളെ തന്നെ താഴ്ത്തുവാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരിക്കൽ കൂടി അവസരം തരികയാണ്. പ്രൈസ് ലോർഡ്. നമ്മുടെ എല്ലാ തിരക്കുകളുടെ ഇടയിലും ഇന്നേ ദിവസം ദൈവത്തിന് മുഖം അന്വേഷിക്കാൻ വേണ്ടി, ദൈവസ്വരം കേൾക്കാൻ വേണ്ടി, ദൈവത്തിന് നന്ദി പറയുവാനും സ്തോത്രം ചെയ്യാനൊക്കെ കർത്താവ് നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി. ഞങ്ങൾ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഈ സമയത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതിനായി നന്ദി. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രതിസന്ധിയായിരുന്നപ്പോഴെല്ലാം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ വിടുവിച്ചു, സൗഖ്യമാക്കി. ഹല്ലേലൂയ. മരണഭയത്തിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു, അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചു, പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയും. ദൈവസാന്നിധ്യത്തിനായി നന്ദി. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യണമേ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദി. ഇനി ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവർക്ക് തുണയാകണമേ, കർത്താവർക്ക് സഹായമാകണമേ. കർത്താവെ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരെല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ വിടുവിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം കർത്താവ് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി നന്ദി. തിരുക്കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അഭിഷേകം ചെയ്യുമാറാകണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുമാറാകണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി നന്ദി, ശക്തീകരിക്കുന്നതിനായി നന്ദി. ആ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഏകാഗ്രത തരണം. ഞങ്ങളുടെ ചിന്തകളെ പിടിച്ചു വലിക്കുന്ന പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങൾക്ക് ഏകാഗ്രതയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ. കർത്താവെ, ഹല്ലേലൂയ. മറിയയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പോലെ മറിയ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ല, അവർക്ക് ഒന്ന് മതി എന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾക്ക് ആ ഒരു കാര്യം തിരഞ്ഞെടുക്കുവാൻ, അതിനു മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ താഴ്ത്തി സമർപ്പിക്കുവാൻ കർത്താവ് കൃപ തരുമാറാകണം. താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലൈഫിന് രൂപാന്തരം തരണമേ. ഞങ്ങളുടെ ഇടപെടലുകൾക്ക് മാറ്റം തരണമേ. ഞങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം തരുമാറാകണം. ഞങ്ങളെ കുറേ കൂടി ആത്മീകരാക്കണം. കുറേ കൂടി ഞങ്ങളെ ആ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. കുറേ കൂടി ആത്മാവിൻ്റെ ഫലം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ കുറേ മേഖലകളിൽ കൂടി വന്ന് നിറയേണ്ടതിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. മഹത്വം പൂച്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ നമുക്കൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ദൈവത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ വളരെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇത്രയും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അത് ഓരോ ദിവസവും കൂടി വരുന്നു. ഒരിക്കൽ കുറഞ്ഞു പോകുന്നില്ല, ഓരോ ദിവസം കൂടി വരുന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്താണ് നമുക്ക് പകരം ചെയ്യാൻ പറ്റുക? എത്ര സ്തുതിച്ചാൽ മതി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമ്മൾ പാടാൻ പോകുന്ന ഒരു പാട്ട് അങ്ങനെയാണ്. എന്നെ അൻപോടെ സ്നേഹിപ്പാൻ, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുവാൻ എന്താണ് അങ്ങ് എന്നിൽ കണ്ടത് എന്നുള്ള പാട്ടാണ് ഇന്ന് നമ്മൾ പാടുന്നത്. നമ്മൾ ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ, ഹല്ലേലൂയ, നമ്മൾ പിണങ്ങിക്കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാതെ നടക്കുമ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ചില സമയത്ത് വലിയ ഉത്സാഹമൊന്നും കാണിക്കാതിരിക്കുമ്പോഴെല്ലാം നമ്മളെ വിശ്വസ്തയോടെ, കരുണയോടെ, വാത്സല്യത്തോടെ, ദയയോടെ, അൻപോടെ സ്നേഹിച്ച് വഴി നടത്തുന്ന ഈ കർത്താവിനെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് എത്ര നന്ദി പറയണം ഈ പ്രഭാതത്തിൽ. അതുകൊണ്ട് നമുക്ക് ഈ പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവിനെ ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം.
കിടന്നതാണെന്നെ അപ്പം നീട്ടിപ്പിടിച്ചു എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എനിക്ക് കണ്ടത് കിടന്നതാണെന്നെ അപ്പം നീട്ടിപ്പിടിച്ചു യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയ ആവിയേ തൂയ ആവിയേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് കിടന്നതാണെന്നെ അപ്പങ്കാരം നീട്ടിപ്പിടിച്ചു Hallelujah. Praise you, Jesus. Glory, Lord. Praise the Lord. Hallelujah. Praise you, Jesus. Oh, Jesus, I am studying. Praise the Lord. Praise the Lord. Hallelujah. Glory. Hallelujah. Praise the Lord. Hallelujah. Jesus. Praise you, Jesus. Hallelujah. 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 Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Praise you, Jesus. Hallelujah. കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാട്ടുകാരൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത്രമേൽ സ്നേഹിച്ചിരുവാൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഗ്യത എന്നിൽ കണ്ടുവോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ ഹല്ലേലൂയ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രൈസ് ദി ലോർഡ് പ്രാരംഭ സമയത്ത് തന്നെ ഹല്ലേലൂയ നമുക്ക് പ്രൈസ് ദി ലോർഡ് നമുക്ക് ഹല്ലേലൂയ പലവിധമായിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു ഡിവൈസൂടെ ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്ക് തടസ്സം കൂടാതെ നമുക്ക് ഈ ലൈവ് ടെലികാസ്റ്റ് നടത്തണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള നല്ലൊരു ഡിവൈസിൻ്റെ കൂടി ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അത് നൽകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നൽകുന്നതിനായി സ്തോത്രം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളൊക്കെ തടസ്സം കൂടാതെ നടത്തേണ്ടതിനായി ഒരു ഡിവൈസിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം വന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട 2-3 പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെസ്സലോനിക്ക ലേഖനമാണ്. 2 തെസ്സലോനിക്കർ 3:16 നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിക്കർ 3:16. 2 തെസ്സലോനിക്കർ നിങ്ങൾക്ക് ബൈബിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 2 തെസ്സലോനിക്കർ 3:16 2 തെസ്സലോനിയൻസ് 3:16 പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ആണ് ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ നിറയെ കലക്കങ്ങളും ഇളക്കങ്ങളും എല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് വളരെ അധികം ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ വേർഡ് ഓഫ് ഗോഡ് സേയ്സ് ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: Now may the Lord of peace himself give you peace always in every way. The Lord be with you all. Praise the Lord. ഇവിടെ പറയാണ്: Now may the Lord of peace himself give you peace always in every way. നമ്മുടെ കർത്താവിന്റെ പേര് ലോർഡ് ഓഫ് പീസ് എന്നാണ്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞ സമാധാനത്തിന്റെ കർത്താവ്. പറഞ്ഞാട്ടെ, സമാധാനത്തിന്റെ കർത്താവ്, ലോർഡ് ഓഫ് പീസ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു അസ്വസ്ഥതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുംതോറും, കർത്താവിനെ കൂടുതൽ അറിയും തോറും, കർത്താവിന്റെ സന്നിധി കൂടുതൽ ഇരിക്കും തോറും പ്രൈസ് ദി ലോർഡ് ഈ സ്ഥിതിക്ക് നിശ്ചയമായിട്ടും മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറയാണ്: May the Lord of peace himself. ഹല്ലേലൂയ. ആരാ നമുക്ക് സമാധാനം തരുന്നത്? സമാധാനത്തിന്റെ കർത്താവ്. The Lord of hallelujah peace. Hallelujah. Praise the Lord. സമാധാനത്തിന്റെ കർത്താവ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയോട് പറയാണ്. 2 Thessalonians 3:16 ആണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പറയാണ് സമാധാനത്തിന്റെ ദൈവം, the Lord of peace himself give you peace always in every way. Praise the Lord. എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും. പ്രൈസ് ദി ലോർഡ്. സകല വിധത്തിലും എല്ലായ്പ്പോഴും. പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും. ഹല്ലേലൂയ. പിന്നെന്താണ്? സകല വിധത്തിലും നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇംഗ്ലീഷിലാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: May the Lord of peace himself give you peace always in every way. Praise the Lord. സമാധാനത്തിന് ദൈവം സ്വയം ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, Lord of peace ഇറങ്ങി വന്ന് himself give you peace. ഹല്ലേലൂയ. In always എന്താണ്? Every time. Praise the Lord. സകല വിധത്തിലും. അവിടെ പറയാണ് always in every way. Hallelujah. Always in every way. Praise. എല്ലായ്പ്പോഴും സകല വിധത്തിലും. ഹല്ലേലൂയ. എനിക്ക് വിരോധമില്ലെങ്കിൽ വാദർ നോക്കി ഒന്ന് പറയാമോ? എല്ലായ്പ്പോഴും സകല വിധത്തിലും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി പറഞ്ഞാണ്ട്, എല്ലായ്പ്പോഴും സകല വിധത്തിലും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അപ്പൊ സമാധാനത്തിന്റെ അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് പറയുന്ന അവൻ കലക്കത്തിന്റെയും അതൊരു യുദ്ധത്തിന്റെയും പോരാട്ടങ്ങളുടെയും എല്ലാ ആളാണ്.
ദുഷ്ടനായവൻ. എന്ന് നമ്മുടെ കർത്താവ്, ഹി ഈസ് ദ ലോർഡ് ഓഫ് പീസ്. അവൻ ഹല്ലേലൂയ സമാധാനത്തിന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്നെന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ എന്റെ ഹൃദയത്തിലുള്ള അസ്വസ്ഥതകളെ മാറ്റാൻ പോവാണ്. നിങ്ങളുടെ എന്റെ ഹൃദയത്തിലുള്ള ഹല്ലേലൂയ അസമാധാനത്തെ മാറ്റാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ അവിടുന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? അവിടുന്ന് ഹല്ലേലൂയ നിങ്ങളുടെ എന്റെ ഉള്ളിൽ ഹല്ലേലൂയ സമാധാനം തരാൻ വേണ്ടി ഹല്ലേലൂയ തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലായ്പ്പോഴും സകല വിധത്തിലുള്ള സമാധാനം വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ലോർഡ് ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങ് സമാധാനത്തിന്റെ കർത്താവാണല്ലോ യേശുവേ. അങ്ങ് സമാധാനത്തിന്റെ കർത്താവാകയാൽ ഐ അക്സെപ്റ്റ് യു, ഐ റിസീവ് യു ആസ് ദ ലോർഡ് ഓഫ് പീസ് ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. കർത്താവെ രക്ഷ തരുന്ന കർത്താവായിട്ട് മാത്രമല്ല, കർത്താവെ സൗഖ്യമാക്കുന്ന കർത്താവായിട്ട് മാത്രമല്ല, സമാധാനം തരുന്ന കർത്താവെ സൗഖ്യം തരുന്ന കർത്താവായിട്ട് മാത്രമല്ല, കർത്താവ് ഉയർച്ച തരുന്ന കർത്താവായിട്ട് മാത്രമല്ല, ലോർഡ് ഓഫ് പീസ് ആയി, സമാധാനത്തിന്റെ ദൈവമായി, ഹല്ലേലൂയ സമാധാനത്തിന്റെ കർത്താവായി ഐ റിസീവ് യു ഇൻ മൈ ലൈഫ് ഇൻ ജീസസ് നെയിം. കർത്താവെ സമാധാനത്തിന്റെ കർത്താവായി, ലോർഡ് ആസ് ലോർഡ് ഓഫ് പീസ് ഐ റിസീവ് യു. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ലോർഡ് ഓഫ് പീസായി അവിടുന്ന് ഇറങ്ങി വരണം. എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് ലോർഡ് ഓഫ് പീസായി, സമാധാനത്തിന്റെ കർത്താവായി ഇറങ്ങി വരണം എന്ന് ഞങ്ങൾ താഴ്മയോടെ പിതാവേ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോർഡ് ഓഫ് പീസായി അവിടുന്ന് ഇറങ്ങി വന്നാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ഹല്ലേലൂയ സമാധാനം തരണം, സകല വിധത്തിലും സമാധാനം തരണം. ഓൾവേസ് കർത്താവ്, എല്ലായ്പ്പോഴും കർത്താവ്, രാത്രിയിലും പകലും കർത്താവെ ഹല്ലേലൂയ ഉച്ചയ്ക്കും സമാധാനം വേണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവെ ബാല്യകാലത്തിലും കർത്താവെ ശൈശവത്തിലും യൗവനത്തിലും ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ യുവത്വത്തിലും ഞങ്ങളുടെ വാർദ്ധക്യത്തിലും സമാധാനം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾക്ക് എല്ലായിടത്തും ഹല്ലേലൂയ എന്ന് അവിടുത്തെ വചനം പറയുന്നല്ലോ, എവ്രിവേ ഓൾവേസ് കർത്താവെ ഹല്ലേലൂയ എല്ലാ വിധത്തിലും കർത്താവെ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം വേണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വേണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ സമാധാനം വേണം, ദൈവസഭയിൽ സമാധാനം വേണം കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് സമാധാനം വേണം, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം വേണം. അതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ മടി കൂടാതെ ദയവായിട്ടായിരിക്കുന്നിടത്ത് കണ്ണുകളൊക്കെ നടച്ച് താഴ്മയോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വിരോധം ഇല്ലെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. ഇതെല്ലാം നമ്മുടെ ഒരു പ്രെയർ പോസ്റ്റേഴ്സ് ആണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭവനമല്ലേ, വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്ത് ആരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി വീശി, ഓ ലോർഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ കർത്താവേ, കം ഡൗൺ ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാട്ടെ. ഓ ഫിൽ മീ. ഹല്ലേലൂയ. എന്നെ നിറയ്ക്കണമേ, എനിക്ക് സമാധാനം വേണം കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കറിയാലോ, നമ്മുടെ സമാധാനത്തിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിന് സമാധാനം ആശംസിക്കണം. ഒരു സമാധാന പുരുഷനെങ്കിലും ഉണ്ടെങ്കിൽ സമാധാനം അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ സമാധാനം നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോർഡ്, fill our families, fill our houses, fill our church, fill our nation, fill our villages and cities with your divine peace. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൾവേസ് ഇൻ എവ്രി വേ, ഈ സകല വിധത്തിലും എല്ലായ്പ്പോഴും ദൈവ സമാധാനം ഞങ്ങളുടെ മേൽ നിറയട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. വായ്ക്ക് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും എല്ലായ്പ്പോഴും സമാധാനം നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയാണ്, കർത്താവ് നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. മേ ദ ലോർഡ് ബി വിത്ത് യു ഓൾവേസ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ്, ദ ലോർഡ് ബി വിത്ത് യു ഓൾ. ഹല്ലേലൂയ.
The Lord be with you all. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ വിഷ് ചെയ്തതുപോലെ ഇന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ വിഷ് ചെയ്യുകയാണ്. The Lord be with you all. കർത്താവ് നിങ്ങൾ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. The Lord be with you all. The Lord be with you all. കർത്താവ് നിങ്ങൾ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. Praise the Lord. God bless you. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മളോട് പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബേബി ബ്രദറിന്റെ ഒക്കെ കൂടെ ജോലി ചെയ്യുന്ന തന്റെ ഒരു സഹപ്രവർത്തകരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ജയ എന്ന് പറയുന്ന സിസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി. അവരുടെ കുടുംബത്തിൽ കോവിഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ഹസ്ബൻഡ്, മക്കൾ, അവരുടെ എല്ലാ പനിയൊക്കെ മാറേണ്ടതിന്, കോവിഡ് മാറേണ്ടതിന്, അനർത്ഥം ഒന്നും സംഭവിക്കാതെ, ഒന്നും വ്യസന കാരണമായതൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തിനാണ് ഇത് പറയുന്നത് അറിയോ? യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും കർത്താവ് തരാം. ഒരാള് ബൈബിളിൽ ഇങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയാണ്, പൊതുവെ വിവാഹത്തിന്റെ സമയത്തൊക്കെ കേൾക്കുണ്ടാകും, മുപ്പിരിച്ചരട് ഒരു നാളും അറ്റുപോകത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാര്യയും ഭർത്താവും അവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യവും അല്ലെങ്കിൽ യേശു കർത്താവും വ്യാപരിക്കുമ്പോൾ അതൊരിക്കലും ഉടഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ യേശു കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് തരും. നിങ്ങൾ ഞാനും എല്ലാം നമ്മൾ പല ആളുകളുണ്ട്. നമ്മൾ ഒരുമിച്ച് നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ എന്ന് പറയുന്ന സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷാജി എന്ന് പറയുന്ന സഹോദരൻ താന് ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റിന് ശേഷം റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി അദ്ദേഹത്തെ വിടുവിക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പൂർണ്ണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സിബി, സിസ്റ്റർ സിമി, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് റീസ്റ്റോർ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പ്രയാസകരമായ നാളുകളെല്ലാം കഴിഞ്ഞു, ഡിസ്ചാർജ് ആകുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനെ വിടുവിക്കേണ്ടതിന്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ഗ്രേസി ആൻറ്റി സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രിയ മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയപ്പെട്ടവരെല്ലാം ബലപ്പെടുത്തേണ്ടതിന്, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പ്രിയ ഷെറിൻ നമുക്ക് നമ്മുടെ മധ്യത്തിലുണ്ട്. ഷെറിൻ ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഹല്ലേലൂയ പേര് പറയപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം പറയുന്നത് ഹല്ലേലൂയ, നിങ്ങളുടെ വചനം എന്നിലും നിങ്ങൾ എന്നിലും വസിപ്പിൻ, എങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന് കർത്താവെ വചനം പറയുന്നത് കൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങിൽ വസിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ അങ്ങിൽ വിശ്വസിക്കുന്ന യേശുവേ. കർത്താവെ, ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതുകൊണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജയ എന്ന് പറയുന്ന സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളുടെ കുടുംബത്തിൽ കർത്താവെ കോവിഡിൽ ഭാരപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം അവരെ തൊടണമേ, അവിടുന്ന് വിടുവിക്കണമേ, അവിടുന്ന് ഹല്ലേലൂയ നല്ല പിതാവെന്ന് അറിയുവാൻ തക്കോണം ഇടയാക്കണമേ. കർത്താവെ ഹല്ലേലൂയ. ഷാജി എന്ന് പറയുന്ന ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഇനിയും കർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ മകനെ മടക്കി വരുത്തുമാറാകണമേ. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി മകനെ മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, സിബി എന്ന് പറഞ്ഞ പാസ്റ്ററിനായി, സിനി സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവരെയും വിടുവിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ മകന്റെ ഷുഗർ എല്ലാം നോർമൽ ആകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അവിടുന്നാണല്ലോ ശരീരത്തെ ഉണ്ടാക്കിയത്, അവിടത്തേക്ക് എല്ലാത്തിന്റെ മേലും അധികാരമുണ്ടല്ലോ യേശുവേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ ഹല്ലേലൂയ ആ മകന്റെ രോഗം വിട്ടുമാറുമെന്ന് ഞങ്ങൾ അറിയുന്നു യേശുവേ. ഷുഗർ എല്ലാം നോർമലായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആ മകന്റെ ഷുഗർ നോർമലാകാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അത് നോർമലായി തീരട്ടെ. ആ മകൻ ഡിസ്ചാർജ് ആകട്ടെ. അവന് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതിനായി സ്തോത്രം. കർത്താവെ, പ്രിയ ഗ്രേസി ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കൊടുത്ത കർത്താവെ വിടുതലിനായി നന്ദി പറയുന്നു. ഇത് പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവെ പൂർണ്ണ ശക്തിയോടെ കർത്താവെ ഹല്ലേലൂയ ആയിരിപ്പം കർത്താവ് ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Thank you, Sharon. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. താങ്ക് യു ജീസസ്. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവവചനം വായിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം, ഇന്ന് നമ്മൾ എടുക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 10-ാമത്തെ അധ്യായമാണ്. 2 Corinthians 10 ആണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ബൈബിളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 2 Corinthians 10 വളരെ നമ്മളെല്ലാവരും സുപരിചിതമായ ഒരു വാക്യം. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. 2 Corinthians 10-ാമത്തെ അധ്യായം നിന്നാണ് നമ്മളിന്ന് വായിക്കുന്നത്. നിങ്ങൾക്ക് ബൈബിളുകളുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലാത്തവർക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത്, ഫോർ ദോ വി വാക്ക് ഇൻ ദ ഫ്ലഷ് we do not war according to the flesh. Praise the Lord. അവിടെ പറയാണ്, for though we walk, 2 Corinthians 10:3, for though we walk in the flesh we do not war against the flesh. Praise the Lord. Hallelujah. Praise the Lord. 2 Corinthians 10:3 ഇങ്ങനെ പറയുകയാണ്. Praise the Lord. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. Praise the Lord. Hallelujah. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്ത് നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്, വേറെ പറഞ്ഞാൽ ധാരാളം യുദ്ധങ്ങളുണ്ട്. നിങ്ങൾക്കും എനിക്കും ചില യുദ്ധങ്ങളെ ജയിക്കാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും എതിരെ പോരാടുന്ന പ്രൈസ് ദി ലോർഡ് പല തരത്തിലുള്ള പല മേഖലയിൽ നിന്നുള്ള ആക്രമണങ്ങളെ നിങ്ങളും ഞാനും നേരിടേണ്ടതായിട്ടുണ്ട്. മാനസികമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, ആത്മീകമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, ചില സ്ഥലങ്ങളിൽ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, കൊല്ലുവാൻ ഭീഷണി, ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം പലതരത്തിലുള്ള വേറെയുള്ള മാനസികമായ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശ, കുറ്റപ്പെടുത്തലുകൾ, തള്ളിപ്പറയലുകൾ, അവഗണിക്കലുകൾ, ഒഴിവാക്കലുകൾ, മുറിവേൽപ്പിക്കലുകൾ ഒക്കെ ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യങ്ങളെ പലരും നേരിടേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യങ്ങളോട് നേരിട്ട് എതിരിട്ട് പ്രൈസ് ദി ലോർഡ് വേണം ആളുകൾ പോകാൻ. ആത്മീകമായിട്ടുള്ള നമുക്കുള്ള പോരാട്ടം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് പൈശാചികമായിട്ടുള്ള ദുസ്വപ്നങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, പിന്നെന്താണ് ഭയം, നിരാശ, ഡിപ്രഷനുകൾ, പ്രൈസ് ദി ലോർഡ്, ഒന്നും ഉദാസീനത, പാസീവായി പോവുക, എല്ലാം ചെയ്യാനുള്ള ഉത്സാഹം കെട്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടും സ്പിരിച്വലായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, ശാരീരികമായിട്ട് രോഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താണ് ഫൈനാൻഷ്യലായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, സാമ്പത്തികം തടയപ്പെടുക, ജോലി ഇല്ലാതിരിക്കുക, വരുമാനങ്ങൾ ഇല്ലാതിരിക്കുക, നന്മകൾ മുടക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തടസ്സങ്ങളെ ഒത്തിരി തടസ്സങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നേരിടേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും ഇങ്ങനെയുള്ള തടസ്സങ്ങളും ഇങ്ങനെയുള്ള എതിർപ്പുകളും ഇതുപോലെയുള്ള പ്രതിസന്ധികളെല്ലാം പല വ്യക്തികളുടെയും ജീവിതത്തിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആരാണ് ഈ യുദ്ധം നമുക്കെതിരെ ചെയ്യുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം നമുക്ക് ശരിക്കും കണ്ടെത്താൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചില ആത്മീകമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ നടത്തുന്നത്, ഈ യുദ്ധം നടത്തുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് പ്രൈസ് ദി ലോർഡ് പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയാണ്, ദോ വി വാക്ക് ഇൻ ദ ഫ്ലഷ്. നമ്മളിപ്പോൾ ജഡത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. നമുക്കിപ്പോ ജഡത്തിൽ സഞ്ചരിക്കാത്തവർ ജഡത്തിൻ്റെതായിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്താണ് നിത്യതയിൽ കർത്താവിനോട് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ജഡം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ശരീരമാണ്, ഫ്ലഷ്ലി ബോഡിയുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ വി വാക്ക് ഇൻ ദ ഫ്ലഷ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജഡത്തിലാണ്
നമ്മൾ നടക്കുന്നത്, ജഡത്തിലാണ് നമ്മൾ ഇടപെടുന്നത്. ഈ ശരീരമില്ലാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദോ വി വാക്ക് ഇൻ ദ ഫ്ലഷ്, നമ്മൾ ജഡത്തിലാണ് നടക്കുന്നതെങ്കിലും, ജഡത്തിലാണ് നമ്മൾ ഇടപെടുന്നതെങ്കിലും, ജഡത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിലും, we do not war according to the flesh. Praise the Lord. Hallelujah. നമ്മുടെ യുദ്ധങ്ങളെ ജഡപ്രകാരം എന്താണ്? നമ്മുടെ യുദ്ധങ്ങൾ ജഡികങ്ങളല്ല, നമ്മുടെ പോരാട്ടങ്ങൾ ജഡികങ്ങളല്ല, നമ്മൾ ജഡത്തിൽ പോരാടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നമ്മൾ ജഡപ്രകാരം പോരാടുന്നില്ല. അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ജഡപ്രകാരമുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ജഡത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാജ്യങ്ങളെല്ലാം, പ്രൈസ് ദി ലോർഡ്, ഈ അവരുടെ എന്താണ് മിലിറ്ററിയെ, സേനയെ, ആർമിയെ എല്ലാം റെഡിയാക്കുന്നത് ജഡത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? വെടിയുണ്ടകൾ, കത്തികൾ, വാളുകൾ, പിന്നെന്താണ്? പ്രൈസ് ദി ലോർഡ്, ബോംബുകൾ, മൈനുകൾ, മിസൈലുകൾ, പിന്നെ ആറ്റം ബോംബൊക്കെ പോലെയുള്ള ബോംബുകൾ, പിന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള എന്താണ് ബയോ വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പം ചില കീടാണുക്കളെയൊക്കെ വിട്ടിട്ട് ശത്രു രാജ്യത്തെ നശിപ്പിക്കുക. പണ്ട് വസൂരി, പിന്നീട് കീടാണുക്കൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ബാധകളൊക്കെ അയച്ച് ശത്രുക്കളെ കൊല്ലുക. ഇങ്ങനെയൊക്കെയുള്ള വെപ്പൺസ് ജഡീകമായിട്ടുള്ള വെപ്പൺസ് ആണ്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, പക്ഷെ ഞങ്ങളുടെ വെപ്പൺസ് എന്താണ്? ജഡപ്രകാരമുള്ളതല്ല, അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജഡീകമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ജഡീകമായിട്ടുള്ള യുദ്ധത്തിലെ പരാജയം ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ചെറിയ പ്രായത്തിലെ മിലിറ്ററി ട്രെയിനിങ്, മറ്റു ട്രെയിനിങ്ങുകൾ, ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ എല്ലാം കൊടുക്കുന്നത് ജഡപ്രകാരം തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഹല്ലേലൂയ, നമ്മുടെ ജഡപ്രകാരം ജഡത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഹല്ലേലൂയ, ഈ ഒരു പോരാട്ടത്തിന്റെ വിഷയം വരുമ്പോൾ, ഒരു എതിർപ്പിൻ്റെതായിട്ടുള്ള വിഷയം വരുമ്പോൾ, we never depend on our fleshly instincts അല്ലെങ്കിൽ fleshly എന്താണ് methods, fleshly എന്താണ് ways എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. ഞങ്ങൾ ജഡീകമായിട്ടുള്ള, ജഡപ്രകാരമുള്ള, പ്രൈസ് ദി ലോർഡ്, മാർഗങ്ങളെ, ജഡപ്രകാരമുള്ള രീതികളെ, ജഡപ്രകാരമുള്ള ഹല്ലേലൂയ സിസ്റ്റത്തെ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, ഞങ്ങൾ അതിനെ അനുസരിക്കുന്നില്ല. ആ ഒരു രീതി ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമുക്ക് എല്ലാ ദിവസവും തന്നെ നമുക്കൊരു പോരാട്ടം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒന്ന്, നമ്മൾ ഇന്ന് പ്രാരംഭത്തിൽ 2 തെസ്സലോനിയൻസിൽ നിന്ന് 2 തെസ്സലോനിയൻ ലേഖനത്തിൽ നമ്മൾ വായിച്ച് പ്രാർത്ഥിച്ചില്ലേ? സമാധാനത്തിന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് എന്ത് ചെയ്യണം? സമാധാനം തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എപ്പോഴൊക്കെയാ സമാധാനം വേണ്ടത്? എല്ലായ്പ്പോഴും, എല്ലായിടത്തും. ഓൾവേസ്, എവ്രിവേ, എല്ലായ്പ്പോഴും, സകല വിധത്തിലും നമുക്ക് സമാധാനം തരേണ്ടതിനായിട്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോടും എഫെസോസിലെ സഭയ്ക്കും എഴുതിയ അല്ലെങ്കിൽ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒരു കത്തിന്റെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആ തെസ്സലോനിക്കയിലെ സഭ അവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ദൈവത്തിന്റെ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ആളുകൾക്ക് വേണ്ടത്, പ്രൈസ് ദി ലോർഡ്, സമാധാനമാണ്. അവർക്ക് തിന്നാനുണ്ട്, ഉടുക്കാനുണ്ട്, പാർക്കാനുണ്ട്, യാത്ര ചെയ്യാനുണ്ട്. ഇനി ഒറ്റൊരു കാര്യമാണ് പല കുടുംബങ്ങളിലും വേണ്ടത്, സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അറിയാമെങ്കിൽ നിങ്ങൾ വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 പറയാണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ലോർഡ് സെൻഡ് ഹിസ് സൺ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദൈവം, ഹല്ലേലൂയ, നമ്മൾ നശിക്കാതിരിക്കാൻ,
നമ്മൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ധൂളിയായി പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ പരാജയപ്പെട്ട് നിലവിളിക്ക് അപമാനിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം തന്റെ പുത്രനെ അയച്ചു. അപ്പോൾ പോരാട്ടത്തിന്റെ, പ്രതിസന്ധിയുടെ, യുദ്ധത്തിന്റെ, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനായിട്ടുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം, സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം തന്റെ പുത്രനെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് നിങ്ങളെയും എന്നെയും പോലെ കടന്നു വന്നു. God sent his son into this world. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം തന്റെ പുത്രനെ അയച്ചിരിക്കുന്നു. Praise the Lord. Lord sent his son. Hallelujah. 2, Praise the Lord. പുത്രൻ വന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? Praise the Lord. പുത്രൻ വന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഉപമയിലൂടെ പറയുന്നുണ്ട്. ലൂക്കോസ്, നിങ്ങൾക്ക് ബൈബിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ ടു ലൂക്ക് 11:22. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 11:22 നമ്മൾ വായിക്കുന്നത്. അവിടെ പറയാണ്, പ്രൈസ് ദി ലോർഡ്, എന്താണ്? പ്രൈസ് ദി ലോർഡ്. 11:21-22 നമുക്ക് വായിക്കാം. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവ് ഒരു ആത്മീകമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് അന്ന് ഈ പറയുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് നമുക്കറിയത്തില്ല. യേശു കർത്താവ് ശരിക്കും ഒരു വളരെ ആത്മീകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറയാണ്. അവിടെ ലൂക്കാണ് 11:21 നമ്മൾ വായിക്കുന്നത്. അവിടെ പറയാണ് ലൂക്കോസ് 20:11-20-21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവിടെ പറയാണ്, അവനെ സ്ട്രോങ് മാൻ fully armed guards his own palace. His goods are in peace. Praise the Lord. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തനായിട്ടുള്ള, ബലവാനായിട്ടുള്ള ഒരാൾ വരികയാണ്. ആ വ്യക്തി ഫുള്ളി ആംഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഫുള്ളി? സർവ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഗാർഡ്സ് ഹിസ് ഓൺ പാലസ്, ഹിസ് ഗുഡ്സ് ആർ ഇൻ പീസ്. തന്റെ വലിയ കൊട്ടാരത്തെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാലസിനെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിസ് ഗുഡ്സ് ആർ ഇൻ പീസ്. തന്റെ സാധനങ്ങളെല്ലാം സമാധാനത്തോടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, ബട്ട് വെൻ എ സ്ട്രോങ്ങർ ദാൻ ഹീ കംസ്. പ്രൈസ് ദി ലോർഡ്. അവനേക്കാൾ ബലവാനായ മനുഷ്യനാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. സ്ട്രോങ് മാൻ ആണ്. 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, സ്ട്രോങ് മാൻ ആണ് പാലസ് കാക്കുന്നത്. എന്നാൽ സ്ട്രോങ്ങർ ദാൻ ഹിംസെൽഫ്, പ്രൈസ് ദി ലോർഡ്, കംസ്. സ്ട്രോങ്ങർ ദാൻ ഹീ കംസ്. അവനേക്കാൾ ബലവാനായ, ഈ സ്ട്രോങ്ങറിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രോങ്ങിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വ്യക്തി വരികയാണ്. ഹല്ലേലൂയ. സ്ട്രോങ്ങർ ദാൻ ഹീ. ഹല്ലേലൂയ. ഈ ബലവാനാണ്. ബലവാനേക്കാൾ ബലവാനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? അതിബലവാൻ. പറഞ്ഞാട്ടെ, അതിബലവാൻ. ഒന്നുകൂടെ പറഞ്ഞ, അതിബലവാൻ. ആരെ കുറിച്ച് പറയുന്നത്? യേശുവിനെ കുറിച്ച് പറയുന്നത്. അതിബലവാനായ ഒരാൾ വരികയാണ്. എന്തിനാ? അതിബലവാനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഹി ഓവർകംസ് ഹിം and takes from him all his armor in which he trusted. ഹല്ലേലൂയ. എന്നിട്ട് 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവനേക്കാൾ ബലവാനായവൻ, അതിബലവാനായ ഒരുവൻ വന്ന് ഇവനെ ജയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ ആശ്രയിച്ചിരുന്ന ആർമറുകളെല്ലാം എന്ത് ചെയ്തു? അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങളെല്ലാം അവനിൽ നിന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. എന്തിനെ കുറിച്ചാ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനെ കുറിച്ച് പറയുന്നത് അറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ യേശു കർത്താവ് ചില കാര്യങ്ങളെ കുറിച്ച് പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, and he was casting out a demon and it was mute. So it was when the demon had gone out that the mute spoke and the multitudes marveled. 14-ാമത്തെ വാക്യത്തിൽ പറയാണ്,
ഒരിക്കലും അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഹി വാസ് കാസ്റ്റിംഗ് ഔട്ട് എ ഡീമൻ. ഒരു ദുരാത്മാവിനെയാണ് പുറത്താക്കിയത്. ആൻഡ് ഇറ്റ് വാസ് മ്യൂട്ട്. ഈ ഡീമന്റെ പേര്, ഈ ദുരാത്മാവിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ഊമയായിട്ടുള്ള ഒരു ദുരാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ആൾറെഡി അങ്ങനെയാണ് ചില ദുരാത്മാക്കൾ ചില വ്യക്തികളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവർ പിന്നെ ഒന്നും മിണ്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദേ ബിക്കം മ്യൂട്ട്. ഹല്ലേലൂയ. അവർ ഊമയായിട്ട് ജനിച്ചെന്ന് വിചാരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞാണ് ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. ആ ദുരാത്മാവ് വിട്ടുപോയ ഉടനെ എന്ത് സംഭവിച്ചു? യേശു ആ ദുരാത്മാവിനെ പുറത്താക്കി. ആ ദുരാത്മാവ് വിട്ടുപോയ ഉടനെ ആ വ്യക്തി സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്തു? പുരുഷാരം ആശ്ചര്യപ്പെട്ടു. പീപ്പിൾ മാർവൽഡ് അറ്റ് ദിസ് സിറ്റുവേഷൻ. ഹല്ലേലൂയ. അത് തീർന്നില്ല. ഉടനെ എന്ത് ചെയ്തു? ബട്ട് some of them said he cast out demons by Beelzebub, the ruler of the demons. പ്രൈസ് ദി ലോർഡ്. അപ്പം 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെൽസബൂബിനെ കൊണ്ടാണ്. എന്താണ് ഈ ബെൽസബൂബിന്റെ പ്രത്യേകത എന്താണ്? ഭൂതങ്ങളുടെ തലവനാണെന്നാണ് ഇവര് പറയുന്നത്. ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂബിനെ കുറിച്ച് കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് ഈ ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പറയാണ്. Others testing him sought from him a sign from heaven. Praise the Lord. Hallelujah. അപ്പൊ 17-ാമത്തെ വാക്യത്തിൽ വേറെ ചിലരാണെങ്കിൽ യേശുവിൽ നിന്ന് അവന് ആകാശത്ത് നിന്ന് ഒരു അടയാളം ചോദിച്ചു. അപ്പൊ യേശു ഇവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും. Praise the Lord. യേശു കർത്താവ് every kingdom divided against itself is brought to desolation. യേശു കർത്താവ് പറയാണ്, ചിഹ്നിച്ചിരിക്കുന്ന ഭിന്നതയുള്ള രാജ്യങ്ങളെല്ലാം ഡെസലേറ്റ് ആയി പോകും, വേസ്റ്റ് ആയി പോകും, പാഴായി പോകും, അവരുടെ ജീവിതങ്ങൾ നാശമായി പോകും. ഹല്ലേലൂയ. And a house divided against a house falls. ഹല്ലേലൂയ. ചിഹ്നിച്ചു നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒരു ഭവനം, വീട്. ഹല്ലേലൂയ. ഛിദ്രിച്ച രാജ്യമെല്ലാം പാഴായി പോകും, വീട് ഓരോന്നും വീഴും. A house divided against a house falls. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ തന്നെ ഭിന്നതയാണെങ്കിൽ ആ ഭവനം വീണു പോകും എന്ന് യേശു കർത്താവ് പറയാണ്. എന്നിട്ട് പറയാണ് 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, if Satan also is divided against himself, how will his kingdom stand? Because you say I cast out demons by Beelzebub. നിങ്ങൾ പറയാണ് ബെൽസബൂബിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറയുന്നെങ്കിൽ ഭൂതങ്ങളെ കൊണ്ട് തന്നെ ഭൂതത്തെ എങ്ങനെ പുറത്താക്കാനായിട്ട് പറ്റും? പിശാചിന്റെ രാജ്യം എങ്ങനെ നിൽക്കും? Praise the Lord. And if I cast out demons by Beelzebub, by whom do your sons cast them out? Therefore they will be your judges. But 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, if I cast out demons with the finger of God, surely the kingdom of God has come upon you. 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഹല്ലേലൂയ, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, ഇംഗ്ലീഷാണെങ്കിൽ by the finger of God, ദൈവത്തിന്റെ കരം കൊണ്ട്, ദൈവത്തിന്റെ വിരലുകൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറയാണ്. എന്നിട്ടാണ് യേശു കർത്താവ് ബലവാനെ ആ ഭവനം കാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് അതിബലവാനായിട്ട് തന്നെ പറയുകയാണ്. കാരണം എന്താണ്? ഊമയായിരുന്ന ഒരു ദുരാത്മാവിനെ പുറത്താക്കിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ യേശു കർത്താവ് പറയാണ്, ഊമയായിട്ടുള്ള സ്പിരിറ്റ്, ഹല്ലേലൂയ, ഒരു ദുരാത്മാവ്, ഹല്ലേലൂയ, അവൻ ബലവാനാണെങ്കിൽ അവനേക്കാൾ ബലവാനാണ് അല്ലെങ്കിൽ നമ്മുടെ യേശു കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവനേക്കാൾ ബലവാനാണ് നമ്മുടെ യേശു കർത്താവ്. അപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് ബലവാനെ പിടിച്ചു കെട്ടുന്നു, അവന്റെ ആയുധങ്ങളെല്ലാം കവരുന്നു. എന്നിട്ട് യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കാര്യം, ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം പറയാം. യേശു കർത്താവ് ഹല്ലേലൂയ 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഇതിനെ പിടിച്ചെടുത്തതിന് ശേഷം he divides his spoils. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കൊള്ള പകുതി ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ പ്രത്യേകത എന്താണ്? യേശു കർത്താവ് ആ ഒരു ദുരാത്മാവിനെ പുറത്താക്കി അവന്റെ സർവായുധ വർഗ്ഗമെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ യേശു ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? യേശുവിന്റെ കൊള്ള പങ്കുവയ്ക്കും. പ്രൈസ് ദി ലോർഡ്. യേശു പിടിച്ചെടുത്തത് യേശു തന്നെ കൊണ്ടുപോകത്തില്ല, യേശു തന്നെ സൂക്ഷിക്കത്തില്ല. യേശു എന്ത് പിടിച്ചെടുത്തോ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. ഹല്ലേലൂയ. യേശു അത് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനുമായിട്ട് പങ്കുവയ്ക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദുരാത്മാക്കൾ പിടിച്ചു വെച്ചിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ദുരാത്മാക്കൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ യേശു കർത്താവ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ
യേശു കർത്താവ് എന്ത് ചെയ്യും? അതിനെ വിഭജിച്ച് നിങ്ങൾക്കും എനിക്ക് നൽകുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? നമുക്ക് പോരാട്ടമുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം എഫെസ്യർ 6:12 ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പിന്നെന്താണ് ഈ ലോകത്തിലെ എന്താണ് ദുഷ്ടാത്മ സേനകളോടും അത്രേ. നിങ്ങൾക്ക് എനിക്കൊരു പോരാട്ടമുള്ളത്. അത് വ്യക്തികളോടല്ല, അത് മനുഷ്യരോടല്ല, അത് മതങ്ങളോടല്ല, അത് ജാതികളോടല്ല, അത് രാജ്യങ്ങളോടല്ല. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല സാഹചര്യങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ, പല മതത്തിനെതിരെ, പല ജാതിക്കെതിരെ, പല സ്റ്റേറ്റുകൾക്കെതിരെ, പല രാജ്യങ്ങൾക്കെതിരെ ഒക്കെ പോരാടി നമുക്ക് ജയിക്കാമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദൈവത്തിന്റെ വചനം നിങ്ങളെ എന്നെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ലെങ്കിൽ മനുഷ്യർക്ക് എതിരെ അല്ല, മറിച്ച് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്താണ് ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനകൾക്കും എതിരെയാണ് നമുക്ക് പോരാട്ടമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതിന് തുടർന്നുള്ള 4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയാണ്, For the weapons of our warfare are not carnal but mighty in God for pulling down strongholds. അവിടെ പറയാണ്, 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ്, ഹല്ലേലൂയ, മൈറ്റി ഇൻ ഗോഡ് ഫോർ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. നിങ്ങളുടെ എന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, കോട്ടകളെ ഇടിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ, കോട്ടകളെ ഇടിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ എന്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ വചനം, പ്രാർത്ഥന, ഉപവാസം, ആരാധന, സ്തുതി ആരാധന. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോട്ടകളെ ഇടിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കോട്ടകളെ ഇടിക്കണം. ദൈവസന്നിധി കോട്ടകൾ ഇടിക്കാൻ ശക്തിയുള്ളവരാണ്. ഹല്ലേലൂയ. അപ്പൊ പിശാച് അവിടെ കൊണ്ടിരുന്ന കോട്ടകൾ എന്തൊക്കെയാണ്? കാസ്റ്റിംഗ് ഡൗൺ ആർഗ്യുമെന്റ്സ് ആൻഡ് എവറി ഹൈ തിങ് that exalts itself against the knowledge of God. Hallelujah. Bringing every thought into captivity to the obedience of Christ. 5-ാമത്തെ വാക്യത്തിൽ പറയാണ് എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകൾ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറയാണ് നമുക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. പറയാണ് സങ്കല്പങ്ങൾ. ഹല്ലേലൂയ. പിന്നെന്താണ്? വിചാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സങ്കല്പങ്ങള്, വിചാരങ്ങള്, തോട്ട്സ് ആണ്, ഇമാജിനേഷൻസ് ആണ്. ഹല്ലേലൂയ. പിന്നെന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹൈ തോട്ട്സ് ആണ്, ആർഗ്യുമെന്റ്സ് ആണ്. ഹല്ലേലൂയ. തർക്കങ്ങള്, വാദങ്ങള്. ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന എന്തൊക്കെയാണ്? വാദങ്ങള്, തർക്കങ്ങള്, ഹല്ലേലൂയ, ചിന്തകള്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ അറിവിന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്, ഹല്ലേലൂയ, അനുസരണത്തിന്, ആരാധനയ്ക്ക്, സ്തുതിക്ക്, പ്രാർത്ഥനയ്ക്ക്, വിശുദ്ധ ജീവിതത്തിന് ഒക്കെ, സമാധാനത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന തർക്കങ്ങള്, വാദപ്രതിവാദങ്ങൾ, ചിന്തകൾ, ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന ഇതിനെല്ലാം ദൈവത്തിന്റെ വചനം പറയാണ് എന്ത് ചെയ്യണം? നിങ്ങൾ ഞാൻ പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ആയുധങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥന, അത് അനുസരണം. ഹല്ലേലൂയ. അനുസരണം ഒരു ആയുധമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പ്രൈസ് ദി ലോർഡ്, and being ready to punish all disobedience when your obedience is fulfilled. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേട്ടും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ അനുസരണം, ഹല്ലേലൂയ, ബി ഒബീഡിയന്റ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അനുസരണം എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരണം എന്ന് പറയുന്നത്, ഒബീഡിയൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വെപ്പണാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുകൊണ്ട് അനുസരിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാ വിരോധമായിട്ടുള്ള ചിന്ത മനസ്സിലുണ്ട്. പല കാര്യങ്ങളിൽ അനുസരിക്കാൻ കഴിയാതെ ഭർത്താവിനോട്, ഹല്ലേലൂയ, മാതാപിതാക്കളോട്, ഹല്ലേലൂയ, ദേശത്തോട്, ഗവൺമെന്റിനോട്, അധികാരികളോട്, പോലീസിനോട്, സ്റ്റേറ്റിലെ നിയമങ്ങളോട്, സഭയിലെ ഇടയന്മാരോട്, ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകരോട്, ദൈവദാസന്മാരോട് ഒക്കെ അനുസരിക്കാൻ കഴിയാതെ നടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. പ്രൈസ് ദി ലോർഡ്. So hallelujah, let our obedience
ബി ഫുൾഫിൽഡ്. നമ്മുടെ ഒബീഡിയൻസിന് ഒരു പൂർണ്ണത വരണം. പ്രൈസ് ദി ലോർഡ്. അനുസരണം ഒരു ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരണം തികഞ്ഞു വരണം. ഓൾറെഡി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെയൊക്കെ പിടിച്ചടക്കണം. എന്തിനെ? ചിന്തകളെ, വിചാരങ്ങളെ, ആർഗ്യുമെന്റ്സിനെ, തർക്കങ്ങളെ, വാദങ്ങളെ എല്ലാം. എവിടെ? നമ്മുടെ മനസ്സിലും മറ്റു വ്യക്തികളിലൂടെ ഉയരുന്ന തർക്കങ്ങളെ, വാദങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുടുംബങ്ങളിലൊക്കെ ഈ ആലറി പോരാടുന്ന ശക്തികൾ ഇതൊക്കെയാണ്. ആലറി എന്താണ്? സമാധാനത്തിന് വിരോധമായി പോരാടുന്ന ശക്തികൾ എന്തൊക്കെയാണ്? ദുരാത്മാവാണ്. തർക്കങ്ങളും വാദങ്ങളും അനുസരണക്കേടുകളും ഒക്കെയാണ് വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയാണ്, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ കീഴടക്കണം. ഇത് നമ്മൾ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്റെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കാനായിട്ടല്ല, ജഡീയമായിട്ട് പോരാടാനായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം അവയെ പിടിച്ചടക്കുവാൻ, ക്രിസ്തുവിന്റെ ജ്ഞാനത്തെ വിരോധമായിരുന്ന ഉയരുന്നതിനെ പിടിച്ചടക്കുവാൻ കർത്താവ് നിങ്ങളെ എന്നെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? യേശു ഇതിനെല്ലാം പിടിച്ചടക്കി കഴിഞ്ഞാൽ കൊള്ള യേശു പങ്കുവയ്ക്കും എല്ലാവരുമായിട്ട്. നിങ്ങളായിട്ടും ഞാനുമായിട്ടും എല്ലാം. അതിൻ്റെ അകത്തൂടെ വരുന്ന നന്മയുണ്ട്. അത് യേശു കൊണ്ടുപോകത്തില്ല. യേശു അത് ഡിവൈഡ് ചെയ്യും. യേശു എല്ലാ കൊള്ള മുതൽ യേശു ഡിവൈഡ് ചെയ്യും. അതിൻ്റെ അകത്തൂടെ വരുന്ന നന്മ, സമാധാനം, ഉയർച്ച, ഹല്ലേലൂയ എല്ലാം യേശു കർത്താവ് എന്ത് ചെയ്യും? യേശു കർത്താവ് ഡിവൈഡ് ചെയ്യുവാൻ, പങ്കുവയ്ക്കുവാൻ, യേശു കർത്താവ് പകുതി വെക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. പകുതി കർത്താവ്, പകുതി എനിക്ക്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തെ അവിടെ ഇടപെടുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന സകലത്തിനെ യേശുവിന്റെ നാമവും യേശുവിന്റെ വചനവും യേശുവിന്റെ രക്തവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉപയോഗിച്ച് ഞങ്ങൾ കീഴടക്കുകയാണ്. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കീഴടക്കുന്നു. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കീഴടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ കീഴടക്കുന്നു. എല്ലാ ആർഗ്യുമെന്റ്സ് പിടിക്കപ്പെടട്ടെ. Be subdued, be captivated right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആർഗ്യുമെന്റ്സിനെ, വാദങ്ങളെ, പ്രതിവാദങ്ങളെ, തർക്കങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിടിച്ചടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ചിന്തകളെ ഞങ്ങൾ പിടിച്ചടക്കുന്നു. ദൈവവചനത്തിൽ കീഴ്പ്പെടാതെ, ദൈവവചനത്തെ കോട്ടി വ്യാഖ്യാനിച്ച് അനുസരിക്കാതെ നടക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ പിടിച്ചടക്കുന്നു. അനുസരണക്കേടിനെ ഞങ്ങൾ പിടിച്ചടക്കുന്നു. എവറി ഡിസൊബീഡിയന്റ് സ്പിരിറ്റുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിടിച്ചടക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവേ, അവിടുത്തെ ബലവാനെ പിടിച്ചു കിട്ടുന്ന അതിബലവാനാകിയാൽ, സ്ട്രോങ്ങർ ദാൻ ദ സ്ട്രോങ് മാൻ ആകിയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ബലവാനേക്കാൾ അതിബലവാനായ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. കർത്താവിന്റെ അഭിഷേകം കൊണ്ട് നിറച്ചാട്ടെ. കർത്താവിന്റെ കൃപകളെ കൊണ്ട് നിറച്ചാട്ടെ. സമാധാനമില്ലാത്ത എല്ലാ ഭവനങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ. ദുഷ്ടനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇന്ന് പകൽക്കാലം സ്വതന്ത്രമാകട്ടെ. ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. മനസ്സ് സ്വതന്ത്രമാകട്ടെ. ഹൃദയം സ്വതന്ത്രമാകട്ടെ. ദൈവങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി. മഹത്വം പൂഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ, നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു.